ത്വക്ക് രോഗങ്ങൾ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടത് തന്നെയാണ്. ഈ ചൊറിച്ചിൽ വരെയുള്ള സംഗതി എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് എല്ലാത്തരം സ്കിൻ ഡിസീസിലും പൊതുവെ കൂടുതലും ഒരു 80% കൂടുതൽ ത്വക്ക് രോഗങ്ങൾ, ചർമ്മ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കഫദോഷവും പിത്തദോഷമാണ് ആയുർവേദ കാഴ്ചപ്പാട് പറയാൻ കേട്ടോ. കഫപിത്ത ദോഷങ്ങൾക്കാണ് കൂടുതലായിട്ട് ബന്ധം വരുന്നത്. അതാണ് അവിടെ വിഷയേറ്റ് ചെയ്യുന്നത്, വർദ്ധിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വർദ്ധിപ്പിക്കുന്നതായ സംഗതികൾ നിങ്ങൾ ഭക്ഷണത്തിൽ പതിവായിട്ട് കഴിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങളുടെ ശരീരപ്രകൃതി അങ്ങനത്തെ ആയിരിക്കും, ദേഹപ്രകൃതി. ഓക്കെ, വാതപിത്തങ്ങളാണ് അതിന്റെ കൂടെ കഫപിത്തങ്ങളാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ കഫത്തെ കോപിപ്പിക്കുന്ന, പിത്തത്തെ കോപിപ്പിക്കുന്ന തരം ആഹാരങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. അതായത് കുറേശ്ശൊക്കെ അതിനെ ശരിയാക്കാനായിട്ട് നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെട്ടവരായാലും ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മുടെ ശരീരത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ കഴിക്കുന്ന അല്ലറ ചില്ലറ സംഗതികളൊക്കെ എന്ത് വിഷാംശം കഴിച്ചാലും അതിനെയൊക്കെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ട സ്ഥിതി ശരീരത്തിലുണ്ട്. ഓക്കെ, പക്ഷെ അതിനെ പരീക്ഷിക്കുക, ഈശ്വരനെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും ദേഹപ്രകൃതിക്കും രോഗാവസ്ഥകളും പറ്റൂലാത്ത